Assalamualaikum. Welcome back to our channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളെ പൊന്നുമോൾക്ക് ഇന്ന് 3 വയസ്സാവുകയാണ് ഗൈസ്. ഫെബ്രുവരി 4-ന് നമ്മുടെ മോളെ ബർത്ത്ഡേ ആണ്. അതന്നെ ബർത്ത്ഡേ ആണ്. പിന്നെന്താ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആട്ടാ. നമ്മള് ഇൻട്രോ ഇപ്പൊ ഉച്ചക്ക് ശേഷം എടുക്കാം കേട്ടോ. നമ്മള് രാവിലെ നമ്മള് നെസുവിന്റെ ബർത്ത്ഡേന്റെ സമയത്ത് എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായി. എന്താന്ന് വിചാരിച്ചാല് അതായത് കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഈ ബർത്ത്ഡേക്ക് അല്ല ഇതിന് മുമ്പുള്ള ബർത്ത്ഡേക്ക് ആഗ്രഹം ഉണ്ടായി. ആ സമയത്ത് നടന്നിട്ടില്ല. പക്ഷെ ഈ ബർത്ത്ഡേക്ക് എന്തായാലും നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡെല്ലാം ആക്കിയിട്ട് എന്താ പറയാ കണ്ണൂർ അവിടെയെല്ലാം പോയിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാലെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്താ നമ്മള് അതിനുശേഷം നമുക്ക് ഇനിയിപ്പോ നമ്മള് പോകുന്നത് അടുത്തേക്കാ നമ്മള് മാടായിപ്പാറ പോകട്ടാ. എപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തന്നെയല്ലേ ചെയ്യല്, കേക്ക് കട്ടിങ്ങും അങ്ങനെ ആ ഒരു ഇതൊന്നും മാറ്റി പിടിക്കാലാന്ന് വിചാരിച്ചിട്ട് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാടായിപ്പാറയിൽ പോയിട്ട് നെസുവിന്റെ കേക്കും അവിടുന്ന് വാങ്ങിച്ചിട്ട് നെസു അവിടുന്ന് കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആള് പുറത്താ ഉള്ളത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആള് പുറത്താ ഉള്ളത്. യെല്ലോ കളർ ഡ്രസ്സാണ് കൊടുത്തു വരുന്നില്ലേ? വരുന്നുണ്ട്. നമ്മളെ മോള് വന്ന് കേട്ടാ. ഇതാ നമ്മളെ മോളില്ലേ കുപ്പിയില് വെള്ളം എടുക്കാൻ പോയതാന്ന് തോന്നുന്നു. അയ്യോ ഡ്രസ് നമ്മള് വെറൈറ്റി ബോട്ടിലാണ്. ഇത് നിർത്തിച്ച് കഴിഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള ഭംഗി കാണും. ഇതൊന്ന് നിന്ന് കാണിച്ചു കൊടുത്താൽ ഓള് ഷൂ എല്ലാം ഇട്ടിട്ട് നമുക്ക് പുറത്തുനിന്ന്. ഗൈസ് ഇതാണ് നമ്മുടെ നെസ് ബേബിക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ലവ്ലാപ്പിന്റെ സൺഷൈൻ സിംഗർ കേട്ടോ. ഇത് ബ്ലൂ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 3 കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സിംഗാർ നെസ് ബേബിയുടെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് കൂടിയാണ് ഇപ്പോൾ. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സിംഗാർ വാങ്ങിക്കൊടുക്കുന്നത് അവരുടെ മോട്ടോർ സ്കില്ല്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, കോർഡിനേഷൻ സ്കിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ സേഫ്റ്റി ആൻഡ് കംഫർട്ട് കൂടി നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ഇത് നമുക്ക് 3 വയസ്സ് മുതൽ മേൽപോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോങ്, ഡ്യൂറബിൾ, അതുപോലെ തന്നെ BPA ഫ്രീ കൂടിയാണ്. ഇതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇലക്ട്രിസിറ്റിയോ ഗിയർസോ പെഡൽസോ ഒന്നും തന്നെ ആവശ്യമില്ല. ആർക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 360 ഡിഗ്രി ടേൺ ചെയ്തിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മേലിൽ നോൺ സ്ലിപ്പറി ഫുട്ട് മാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കാലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് മൂവ് ചെയ്യാം. ഇവിടെ അങ്ങനെ കാലങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസും കാര്യമൊന്നുമില്ല. ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. പിന്നെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീൽ കവർ വരുന്നുണ്ട്. അപ്പൊ ഈ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒരു സിംഗാർ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ലവ്ലാപ്പിന്റെ ഒരു സൺഷൈൻ സിംഗാർ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാണ് കേട്ടോ. പിന്നെ നമ്മള് ഫുഡ് കൊടുക്കുന്ന കാര്യമൊന്നും എടുത്തിട്ടൊന്നുമില്ല. കാരണം നമുക്കിത് കൊടുക്കാനും അല്ല കൊടുക്കുന്നത് കാണിക്കാനും താല്പര്യമില്ല. പിന്നെ അത് പറയാനും ശരിക്കും താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ മറിച്ച് നമുക്ക് നമ്മളിത് കൊടുക്കുന്നത് കണ്ടിട്ടല്ല, നമ്മള് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്കും അതുപോലെ കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാല് കുറച്ചാള് വിഷമമാറുമല്ലോ. അതുകൊണ്ട് മാത്രമേ നമ്മള് പറഞ്ഞതാ കേട്ടാ. ഇനിയിപ്പോ നമ്മളെ മെയിൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള ബർത്ത്ഡേന്റെ സെലിബ്രേഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. സെലിബ്രേഷൻ എന്ന് പറയാനൊന്നുമില്ല, നമ്മുടെ രീതിയിൽ ചെറിയ കേക്ക് കട്ടിങ്ങും അത് നമ്മള് വീട്ടിൽ നിന്നല്ലേ എപ്പോഴും ചെയ്യില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളൊന്നും വെറൈറ്റി ആയിട്ട് പുറത്തു പോയിട്ടൊന്ന് വിചാരിക്കല്ലേ. ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. കണ്ടിട്ടില്ല, ആക്ക് എന്താന്ന് അറിയുകയും ചെയ്യില്ല. ഇനി അവിടെ നമുക്ക് ആ കേക്ക് മേടിക്കുന്ന സമയത്ത് കൊടുക്കാം. ഇന്ന് രാവിലെ എത്തിയാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ വാങ്ങിയ സാധനമാണ്. ഇതിന്റെ ഉള്ളിലുണ്ട് ഒരു വൈറ്റ്. ഇപ്പോന്ന് കണ്ടത് 2 എണ്ണായിട്ട് അവള് പൊട്ടിച്ച്. അപ്പൊ ഇത് കൊടുക്കാം വൈറ്റ്. സുന്ദരിമളയല്ല. ഭയങ്കര തിരക്കായി പോയേട്ടാ. ഈ വെയിലെല്ലാം ഒന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇതാ ഈ ബെഡ്ഷീറ്റ് ഒന്ന് വെച്ചു. എന്നൊന്ന് എടുത്തോ, മോള് വെള്ളം കുടിച്ച് വരുന്നില്ലേ? ഇനിയും കുറയുണ്ടാ? നോക്കട്ടെ.
മിലു നമ്മളെ മിലും പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ ഡ്രസ് നല്ല ഉറക്കിലാന്നല്ലേ. ആ മറ്റേ ഇവിടുന്ന് ക്രൗണ് വാങ്ങിക്കണം നമ്മളെല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയി പോയല്ലേ. നടക്ക്. നമ്മളെ നെസോന്റെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി എവിടെ നിർത്തിയിട്ടായിട്ടുള്ളത്. നടക്ക്. എടുക്കുന്ന എന്തിനാ? എടുക്കണ്ട, അത് ബാപ്പ കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ട്. നമ്മളെ അപ്പം നമ്മളിതാ ഇവിടെ എത്തിയേട്ടോ, മാടായി പാറയിൽ എത്തിയിട്ടുണ്ട്. നദീർക്കിതാ ഇവിടെ എല്ലാം സെറ്റ്. നല്ല കാറ്റ്. നമ്മള് ഹൈഡ്രജൻ ബലൂണാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു സൈഡിലേക്ക് കാറ്റ് അതിന് അങ്ങൊക്കെ വലിച്ചു കൊണ്ടുപോവേന്ന്. നോ 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 നസു അതിനെ തൊട്ടിട്ട് എന്താണ് കേക്ക് നക്കിയത്? ആയിട്ടില്ല. ഫുൾ എക്സൈറ്റ്. നെസു മോക്കൊരു സർപ്രൈസ് ഉണ്ട്. നെസു മോക്കൊരു സർപ്രൈസ് ഉണ്ട് ബാപ്പാന്റെ വക. അറിയോ? അതൊന്നും പറിക്കല്ല. പിന്നെ ഇതാ മിലു ബേബിന്റെ ഫോട്ടോ ഇവിടുന്ന് റുതി ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ് കേട്ടാ. ആ മിലു ഹലോ, എവിടെയാ വന്നേനെ? നെജിത്താത്താന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വന്നതാ. നമുക്കൊന്നും അറിയൂല അപ്പല്ലേ. നമ്മളെ ഇത്താത്തെല്ലാം വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാം വരുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് സൺസെറ്റ് എല്ലാം കാണാം. ഇപ്പോൾ ഓൾറെഡി സൺസെറ്റ് എല്ലാം കഴിഞ്ഞ് രാത്രി ആവാനായി. നമ്മൾ ലേറ്റ് ആയിപ്പോയി. എതിരൊക്കെ വേഗം ഫിക്സ് ചെയ്തോ. ആ അതന്നെ ഫോട്ടോ എടുക്കുന്ന പറയുന്നുണ്ട് ഉമ്മ. ഒരാള് കേക്കെല്ലാം ഒറ്റക്ക് തന്നെ മുറിക്കാൻ തന്നെ കേട്ടാ. ഒരു എന്താ പറയാ നിക്കുന്നില്ല, സബൂറില്ല. ഓളന്നെ കട്ട് ചെയ്ത് എന്താ പറയാ, ഓളന്നെ കട്ട് ചെയ്തിട്ട് ആവായിട്ട് ഇതൊക്കെ കയ്യോട് വാരി തിന്നു. എന്തായി എന്തായി? ബാപ്പാക്കൊന്നില്ല? ബാപ്പക്കില്ല? ബാർബീനെ എടുക്കണ്ടേ? ഡോള് കേക്കുന്നില്ല. കേക്കിന്റെ മധുരം ഭയങ്കര മധുരം ഇഷ്ടല്ലേ. പക്ഷേ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒക്കെ ഇടക്കിടക്ക് ഈ കേക്കിന്റെ ഒരു ടെൻഡൻസി എത്തുന്നുണ്ട് കഴിക്കാൻ. അന്നേരം ഓരോ പീസ് വാങ്ങിക്കൊടുക്കലാണ്. എന്തായി കാറ്റായോണ്ട് മറച്ചി പിടിച്ചിരിക്കാ വീടെടുക്കാൻ വേണ്ടിട്ട്. മിലു എന്താ ചെയ്യുന്നേ? മിലുവിന് കേക്ക് വേണ്ടേ? മിലുമോക്ക് കേക്ക് വേണ്ടേ? മോക്ക് ബലൂണ് വേണോ? ബലൂൺ വേണം നമുക്ക്. ചേക്കോ മേടിക്കലുണ്ടാവും. പേരിന്റെ നെസാസുള്ളത് നെസ മൊത്തം എടുത്ത് തിന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നെസു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉമ്മീന്റെ ബർത്ത്ഡേ അല്ല, മോളെ ബർത്ത്ഡേ. മോക്കാന്ന് മോള തിന്നണ്ടേ? തിന്നു മോള് മതിയായി. നമ്മളെ പാത്തൂട്ടി ആമിയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇരുട്ടായി തുടങ്ങി. ഇരുട്ടായാലും ഇനി വീഡിയോ ഒന്നും കിട്ടൂല. പാപ്പാന്റെ സർപ്രൈസ് കൊടുക്കുന്നില്ല. പാപ്പാന്റെ സർപ്രൈസ് തരണ്ടല്ലേ? ഇതേത് കേക്കല്ലേ പാപ്പാക്കാ? താങ്ക് യു ബേബി. അപ്പൊ പാപ്പ എന്തോ സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും? സർപ്രൈസ് പറ. താങ്ക് യു പറയപ്പനോട്. താങ്ക് യു പാപ്പ. പൊളിക്കണ? ആ നോക്ക് എന്താ എന്തായിരിക്കും? മേക്കുക്ക. മേക്കുക്ക് എടുക്കാനായിട്ടില്ല.
ഒരു കളിക്കുന്ന സാധനം. എന്തായിരിക്കും അറിയില്ല. മോള് കൊറേ പറഞ്ഞ സാധനം പാപ്പാനോട്. എന്താണ് ഇത്? ഇന്ന് രാവിലെ എത്തിയതാണ് കേട്ടാ. പിയാനോ. ഇത് സംഭവല്ലേ? ഇത് കളിക്കാൻ വേണ്ടി വാങ്ങിയല്ലേ? ഇല്ല, അന്നും കളിക്കും കളിക്കാം. പാട്ട് വെക്കടാ. ഫാത്തിമ അത് മുറുക്ക പിടിക്കല്ലേ, നിന്നെ കടക്കാൻ കൊണ്ടുപോകും. അല്ല, സർപ്രൈസ് ആയിട്ട് ഷാബാസ് വന്നിട്ടുണ്ട് കേട്ടാ. ഷാബാസ് ശരിക്കും ഇന്ന് മറ്റേ മാംഗ്ലൂരിലേക്ക് 6 മണിക്കാറ്റ ട്രെയിൻ കയറേണ്ടതാണ് അല്ലേ? ലേറ്റ് ആയതാ? അല്ല, ട്രെയിൻ ലേറ്റ് ഉണ്ട്. ട്രെയിൻ ലേറ്റ് ആയതാ? എന്നാലും വിചാരിച്ച എന്താ കേക്ക് നഷ്ടപ്പെടുത്തണ്ടായി ഓടി വന്നല്ലേ ഒരാള്. ബാബാക്ക് കൊണ്ടല്ലേ പൊട്ടിച്ച് കളിക്കാൻ. മതിമളെ നല്ല ഇട്ടായിടാ. അപ്പൊ നമ്മള് നെസ് ബേബിന്റെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അല്ല മോളെ, നിസുവിന് ബാപ്പാന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിനാ? ബാപ്പാനോട് താങ്ക്സ് പറഞ്ഞിട്ടില്ലല്ലോ. താങ്ക് യു പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ഇതിനല്ല. ഒന്നത് വേറെ ഒന്നുമില്ല, വാങ്ങിക്കൊടുക്കാനൊന്നും ഇല്ല, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും ആയിട്ട് വാങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് ഓള് പണ്ട് ഇങ്ങനെ പിയാനോ, എന്റെ ഫോണിൽ ഇങ്ങനെ പിയാനോയിൽ അടിച്ച് കളിക്കാറുണ്ട്. അപ്പൊ ഓക്ക് ഇഷ്ടമാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാ. ആൾക്ക് ഇഷ്ടമല്ല, അതിന്റെ ചെറിയൊരു മൈക്ക് ഉണ്ട്, അതില് പാട്ടും പാടി കളിക്കാണ്. പിന്നെന്താണ് നമ്മള് മോക്ക് പഠിച്ച ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തെല്ലാം കൊടുക്കട്ടെ അല്ലേ? ആമീൻ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചപ്പോ മറിച്ച് പ്ലേറ്റ് എടുക്കാൻ മറന്നു അല്ലേ? ഞാൻ പ്ലേറ്റ് എടുക്കാൻ മറന്നു, എടുത്തിട്ട് ഇവിടെ സോഫന്റെ മുകളിൽ വെച്ചിട്ടാ ഉണ്ടായത്. നിസം എന്താ ചെയ്യുന്നത്? അപ്പൊ അത് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് ഇത്താത്താന്റെ വീട് വരുന്നത്. നമ്മൾ വേഗം തന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നല്ലേ. അപ്പൊ ഇത്രയാണ് നമ്മളെ നെസു ബേബിന്റെ ബർത്ത്ഡേ വ്ലോഗ് ആയിട്ട് ഉണ്ടായത്. കഴിഞ്ഞ അപ്പൊ ഇൻഷാല്ലാ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ, ബൈ ബൈ.